അതിനൊന്നും ഞാൻ പോകല്ലേ, ഞാനതിന് സംഭാവന കൊടുക്കുകയാണ്. പിന്നെ എത്ര ഈ ആരോഗ്യം എന്തിനാണ് നിനക്ക് ഈ ആരോഗ്യം, ഈ സൗന്ദര്യം നിനക്ക് എന്തിനാണ്? വേറെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിന് സൗന്ദര്യം? ക്യാഷ് ആവട്ടെ, നിനക്ക് ഇഷ്ടം പോലെ കയ്യിലില്ലേ? എത്ര ഏക്കറുണ്ട്? കുറെ ഉണ്ട്. അതിനപ്പുറത്തിന് ഇപ്പൊ വില പറയുന്നുണ്ടോ? ഉണ്ട്. ഗൾഫിൽ വീണ്ടും ഇവിടെ നിൽക്കാനുള്ള ആഗ്രഹം എന്തിനാണ്? മറുപടിയില്ല. അതിന് മറുപടി കണ്ടെത്തണം. ആ മറുപടിയാണ് കാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് ഈ ശരീരത്തെ നീ സമർപ്പിക്കണം. നീ സമർപ്പിക്കുമ്പോൾ നിനക്ക് ആനന്ദവും പരമാനന്ദവും സദാനന്ദവും എല്ലാ സന്തോഷവും നിനക്ക് ലഭിക്കും. അതെങ്ങനെയാണ്? ഈ ശരീരത്തെ നീ ദൈവത്തിന് സമർപ്പിക്കുക. അതാണ് ഇസ്ലാം. നിന്റെ ക്യാഷ് അള്ളാഹു പൊരുത്തപ്പെട്ട വിഷയത്തിൽ നീ സമർപ്പിക്കുക. അതാണ് ഇസ്ലാം. എന്ത് സേവനത്തിന് തയ്യാറാവുക. നിന്നെ വിളിക്കുന്ന ആരാണ്? സയ്യിദാണ്. നിന്നെ വിളിക്കുന്ന ആരാണ്? ഉസ്താദാണ്. നിന്നെ വിളിക്കുന്ന ആരാണ്? ബാപ്പയാണ്. ലബ്ബൈക്, ഐ ആം റെഡി. പറഞ്ഞോളൂ ഉസ്താദ്, എന്താണ് ആവശ്യം? ആ കാറൊന്ന് വേണം. കാർ എടുത്തോളൂ. കാരണം ടയർ ഇല്ലാത്തൊരു കാറുണ്ട്, അത് മതി ഉസ്താദേ. മോനെ ചോദിക്കല്ലേ, ടയറിൽ തന്നെ കൊടുത്തോ. കാരണം നിന്റെ കയ്യിൽ ഇതെല്ലാം നൽകിയിട്ടുള്ളത് നിങ്ങളിൽ ചിലർക്ക് പരീക്ഷണമായിട്ടാണ് നാം ആക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. വൈലുല്ലിൽ ഉലമായി മിനൽ ജുഹാൽ, വൈലുല്ലിൽ ജുഹാൽ മിനൽ ഉലമായി, വൈലുല്ലിൽ ഗനിയിൽ ഫഖീർ, വൈലുല്ലിൽ ഫഖീർ മിനൽ ഗനിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പണ്ഡിതൻ സാധാരണക്കാരന് നാശമായി വരുന്ന ഒരു കാലം തിരിച്ചു. നാളെ മഹ്ശർ എല്ലാവരും വരും. ആ വരുന്ന സമയത്ത് സാധാരണക്കാരനെയും പണ്ഡിതനെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരും. ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് സാധാരണക്കാരൻ പറയും, ഉസ്താദേ, എന്നെ പറ്റിച്ചത് ഈ കാണുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം എന്റെ അടുത്ത വീട്ടിലായിരുന്നു. എനിക്ക് വേണ്ടുന്ന ഡയറക്ഷൻ ഒന്നും തന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും പോയി പറഞ്ഞതാണ്, ഞാൻ മോശമാണ്, നന്നാക്കണം. അദ്ദേഹം നൽകുന്ന മറുപടി, നീ ഒന്നും നന്നാവൂല, നിന്റെ മോന്ത കണ്ട അറിയ നന്നാവൂല. പൊന്നുസ്താദെ, ഞാൻ വീണ്ടും പോയി അദ്ദേഹത്തോട് പറഞ്ഞു, അന്നും പറഞ്ഞു നന്നാവൂല എന്നാണ്. അങ്ങനെ ഞാൻ കേടുവന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിചാരണയുടെ ഘട്ടത്തിൽ ഇദ്ദേഹമാണ് ഇതിന്റെ എല്ലാ കുറ്റത്തിന്റെയും ഉത്തരവാദി. തിരിച്ച് മറ്റൊരു സംഭവം, പണ്ഡിതനും സാധാരണക്കാരും വരുമ്പോൾ പണ്ഡിതൻ പറയുന്നു, ഈ സാധാരണക്കാരൻ ഞാൻ പലപ്പോഴും അവനെ ക്ലാസ്സിലേക്ക് വിളിച്ചു, പ്രസംഗത്തിന്റെ സദസ്സിലേക്ക് ക്ഷണിച്ചു, വന്നില്ല. അവിടെ സാധാരണക്കാരൻ കുടുങ്ങും. ലോകത്ത് ഉള്ള മുഴുവൻ ആളുകളെയും ചിലർക്ക് ഫിത്നയായി പരീക്ഷണത്തിന് വേണ്ടി വിട്ടേച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സേവന രംഗത്ത് സജീവമായി ഇറങ്ങണം. നമ്മൾ ആരോഗ്യമാണ് നാം ഏറ്റവും കൂടുതൽ സമർപ്പിക്കേണ്ടത്. നോക്കൂ, ബഹുമാന്യരായ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. മഹാന്മാരായ നമ്മുടെ ഉലമാക്കൾ, നേതാക്കൾ, അവർക്ക് പ്രായം എത്രയായി? ആ പ്രായമുള്ള ഘട്ടത്തിലും അവരുടെ തലയിൽ ഉത്തരവാദിത്തങ്ങളാണ്. എത്രയോ കുട്ടികളുടെ ഉത്തരവാദിത്തം അവരുടെ തലയിലാണ്. ആ കുട്ടികളുടെ ആഹാരം, ആ കുട്ടികളുടെ വസ്ത്രം, ആ കുട്ടികളുടെ ഭക്ഷണം, അത് അവർ ശ്രദ്ധിക്കേണ്ടി വരികയാണ്. നമ്മളൊക്കെ തലയിൽ എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? 3 ആള് 4 ആള്. ആ 4 ആള്, ഒന്നാമത്തെ ആള് കഴിഞ്ഞ ആഴ്ച കൊണ്ട് കയറിയിട്ടുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. രണ്ടാമത്തെ ആള് പാസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കുട്ടി ജനിച്ചിട്ടേ ഉള്ളൂ, ഒരു കണ്ണ് പാസ്പോർട്ട് ഓഫീസിലാണ്, ഉസ്താദ് വേർക്കണം. ആകെയുള്ള റിസ്ക്കാ. ഇതെല്ലാം ആകെ റിസ്ക് ഉള്ളൂ. വേറെ എന്തെങ്കിലും പ്രത്യേക റിസ്ക്? ഒരു വയസ്സായ വാപ്പുണ്ട്, അത് ഇന്നോ നാളെ മരിക്കുകയാണ്, നിങ്ങൾ വേർക്കണം മരിക്കാൻ. ഒരു ഉമ്മ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം മരിച്ച്, എല്ലാം മറവ് ചെയ്ത്, അൽഹംദുലില്ലാഹ്. എത്ര സുഖമുള്ള ജീവിത. അതേസമയം ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുടെ, പണ്ഡിതന്മാരുടെ, അവരെ ദിവസത്തിന് 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ആ 24 മണിക്കൂർ അവർ കർമ്മ നിരതരാണ്. അല്ലാ, ഈ ഖുർആനാകുന്ന ഈ വചനവുമായി, ഈ ഗ്രന്ഥവുമായി ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ഒരു ഭംഗിയെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ, സഹോദരന്മാരെ, ഈ മജ്‌ലിസിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ആ റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത ആളുകളായി മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഇസ്ലാമിന്റെ വാഹകന്മാരായി നാം മാറും. ആ ഖുർആന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറും. ഞാൻ ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ചിന്തിച്ചു നോക്കൂ,
ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എത്ര ഉസ്താദുമാരുണ്ട്, എത്ര ആലിമീങ്ങളുണ്ട്. ഈ ദുബൈയിൽ തന്നെ നമ്മൾ ഓരോ ഫ്ലാറ്റിലില്ലേ ഓരോ ഉസ്താദ്, ഓരോ മുസ്ലിയാർ. ആ ഓരോ സഖാഫിയെയും ഓരോ അഹ്സനിയെയും ഓരോ ഫൈസിയെയും സമൂഹത്തിൻ്റെതായ പൊതുഫണ്ടിൽ നിന്ന് ആഹാരവും സംരക്ഷണവും നൽകി അങ്ങനെ അവരെ പണ്ഡിതന്മാരാക്കി കോട്ട് കൊടുത്തു. അവരെവിടെ വന്നു. അവർക്കും ജോലി വേണ്ടേ? നാട്ടിൽ നിന്നാൽ വീടിന് തറ കെട്ടാൻ കഴിയോ? മദ്രസയിൽ പണിയെടുത്താൽ 2000 ശമ്പളം, അല്ലെങ്കിൽ കവിഞ്ഞ 2500. 500 കൂടി കൂട്ടിത്തരണമെന്ന് പറഞ്ഞ ഉസ്താദ് പറയും ആ വെക്കേഷൻ സമയത്ത് ശമ്പളം തരൂല. വെക്കേഷൻ നമ്മളേതായാലും കിട്ടാറില്ല. അങ്ങനെ കഷ്ടപ്പെട്ടപ്പോഴാണ് മെല്ലെ ഇങ്ങോട്ട് കയറിയത്. അങ്ങനെ ഇവിടെ സാധാരണക്കാരനും ഈ ഉസ്താദും എല്ലാം ഒരേ കിച്ചണിലെ 2 ഉസ്താദുമാരായി മാറി. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ ഉസ്താദ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ വെച്ച് ഒരാള് എന്നോട് പറഞ്ഞു, ഇവിടെ പുതിയൊരു ഉസ്താദ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഏതൊക്കെ സമാന്തരമായിരിക്കും. പിന്നെയാണ് അവർ പറഞ്ഞത് ഈ ക്യാൻറ്റീനിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളെ പറ്റിയ ഉസ്താദ്. അപ്പൊ ഞാനും ഒരു ഉസ്താദ്, അയാളും ഒരു ഉസ്താദ്. അപ്പോ മതപണ്ഡിതന്മാർ ധാരാളമുണ്ട്. ആ മതപണ്ഡിതന്മാർ ഇവിടെ വന്ന് അവരും നിങ്ങളോടൊപ്പം ജീവിക്കുന്നു. കനത്ത ഉത്തരവാദിത്വം ആ മതപണ്ഡിതന്മാരുടെ തലയിൽ ഉണ്ട്. അവരെ നിർവഹിക്കുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് വെച്ച് റബ്ബ് അവരോട് ചോദിക്കും. വളരെ ഗൗരവത്തോടു കൂടി ആ കാര്യം നാം മനസ്സിലാക്കണം. ഇസ്ലാമിക സമൂഹത്തിൽ പണ്ഡിതന്മാർക്കും സാലാത്തുക്കൾക്കും സ്വാധീനം കുറയുകയാണ്. പഴയ കാലം പോലെയല്ല. പഴയ കാലത്ത് ഒരു പണ്ഡിതനുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ഗ്രാമത്തിൽ ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിനെ എല്ലാവരും ബഹുമാനിക്കും. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ കാലം, അദ്ദേഹം പാനൂരിൽ മുദരിസായ കാലം, അദ്ദേഹത്തിന്റെ ഒക്കെ പ്രൗഢി എത്രയാണ്, പത്രാസ് എത്രയാണ്. കടന്നു വരുമ്പോൾ മുസ്ലിമും അമുസ്ലിമും എഴുന്നേറ്റ് ബഹുമാനിക്കുകയാണ്. കാലം പലത് കഴിഞ്ഞു. അവാന്തര വിഭാഗങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരുടെ വില കുറച്ചു കളയുന്നതിന് വേണ്ടി അവരുടെ എല്ലാ അടവുകളും പയറ്റി. ഇന്ന് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അതൊരു തരം